നവരത്ന മൂവി മേക്കേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്. 9 മേക്കപ്പ്മാർ ചേർന്ന് എടുത്തൊരു പടമാണ്. അതിലാണ് സത്യനന്ദിക്കട ആദ്യമായിട്ട് പാട്ട് എഴുതിയിട്ട് വരുന്നത്. ഒരുപാട് ആരംഭം. അപ്പൊ ആ പടത്തിലെ ഹീറോ ആയിട്ട് വന്നത് PJ ആന്റണി മാസ്റ്ററായിരുന്നു. അപ്പൊ അദ്ദേഹം മരിച്ച് ഈ പടം ഫിനിഷ് ചെയ്തിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. ഇത് ഡബ് ചെയ്തിട്ടില്ല. അപ്പൊ വോയിസ് എടുക്കാൻ വേണ്ടി അവരിങ്ങനെ നോക്കുമ്പോൾ ഇതിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത് ശശികുമാർ സാറാണ്. ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുള്ള പഴയ മേക്കറാണ്. അദ്ദേഹം എന്റെ നാട്ടുകാരനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഇതെന്ത് ചെയ്യണം, ഇതെങ്ങനെ അറിയാതെ രീതിയിൽ സൗണ്ട് ചെയ്യാൻ വേണ്ടി പറയും ഇമിറ്റേറ്റ് ചെയ്യുന്നൊരു ആള് ആലപ്പുഴയിൽ തന്നെ ഉണ്ട്. അങ്ങനെയാണ് എന്നെ കൊണ്ടുപോയി അത് ചെയ്യിക്കുന്നത്. ഒറ്റ കണ്ടീഷനേ ഉള്ളായിരുന്നു, വെളിയിൽ പറയരുതും, മിണ്ടാൻ പാടില്ല. കാരണം അവരുടെ കളക്ഷനെ ബാധിക്കും. ഒരു മുൻവിധിയോടെ ആളുകൾ കാണുമ്പോ ഇത് അപ്പൊ അത് വെച്ചിട്ട് അങ്ങനെ അത് ഞാൻ കൃത്യമായിട്ട് പാലിച്ചു. അപ്പോഴാണ് നമ്മുടെ ജയന്റെ മരണം വരുന്നത്. ജയന്റെ 4 പടങ്ങളുണ്ടായത്. കോളിളക്കം, ആക്രമണം, അറിയപ്പെടാത്ത രഹസ്യം, മനുഷ്യമൃഗം. ഇതൊന്നും ഡബ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോഴവരിങ്ങനെ തിരക്കിയപ്പോ പറയും ഇങ്ങനൊരു പടം PJ ആന്റണിയുടെ പടം ചെയ്ത ഒരാളുണ്ട്, വിളിക്കുന്നവർ. അങ്ങനെ കൊണ്ടുപോകുന്നു. ആദ്യം മനുഷ്യമൃഗം ചെയ്യുന്നു. 4 കോളിളക്കമൊക്കെ എന്റെ അതാ പറഞ്ഞ അത് അവരുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് നിങ്ങൾ വെളിയിൽ പറയരുത്. അപ്പൊ ഇത് ഞാനാണ് ചെയ്തതെന്ന് അറിഞ്ഞാൽ ജയന്റെ ഫാനുകാരൊക്കെ പോയി വേറെ ശബ്ദം എന്നൊക്കെ ഒരു മുൻവിധി ഉണ്ടാവും. അപ്പം ഉണ്ടായിരുന്നു. വർഷങ്ങൾ എത്ര പതിറ്റാണ്ട് കഴിഞ്ഞാൽ വെളിയിൽ അറിയുന്നത് ഞാനാണ് ചെയ്തതെന്നുള്ളത്. അപ്പൊ അതൊക്കെ കോളിളക്കമൊക്കെ കൃത്യമായിട്ട് പാലിച്ചു. അന്ന് പിന്നെ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ല, പറ്റത്തില്ല വെളിയിൽ. അങ്ങനെയാണ് മിമിക്രിയിലോട്ട് കിടക്കുന്നത്. ഈ മിമിക്രി കൊണ്ടുള്ള ഗുണം കിട്ടിയത്.